എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് വരുന്ന ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ പാർട്ടിൽ നമുക്കിവിടെ ഇരുന്ന മോസ്ഫെറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ അഴിച്ചെടുത്തിരുന്നു. കാര്യം ഇതെല്ലാം കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്കിനി ഇത് രണ്ടാമത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കറക്റ്റ് ട്രാക്കുകൾ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു ഫുള്ള് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യാനാണ് പോകുന്നത്. എല്ലാ ട്രാൻസിസ്റ്ററും കൂടെ ഒരുമിച്ച് പോകാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിലും നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് ചെക്ക് ചെയ്ത് ഏതൊക്കെ ട്രാൻസിസ്റ്ററാണോ പോയിട്ടുള്ളത് അത് മാത്രം ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രാൻസിസ്റ്റർ അഴിച്ചെടുക്കുന്നതിന് ഈ ഓരോ റെസിസ്റ്റൻസും ആദ്യം ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് വരാം. ഇതിലുള്ള 8 ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിലും 7 റെസിസ്റ്റൻസാണ് ഇതിൽ വരുന്നത്. ഒരെണ്ണം ഇതിൻ്റെ ബേസ് വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നതാണ് ഒരു ട്രാൻസിസ്റ്റർ. ബാക്കി 7 എണ്ണമാണ് നമ്മുടെ ഡ്രൈവിങ് ട്രാൻസിസ്റ്ററായിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ട്രാൻസിസ്റ്ററായിട്ട് ചെക്ക് ചെയ്യാം. ഇത് ഇപ്പോൾ മൾട്ടിമീറ്റർ ഞാൻ കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടിട്ടുണ്ട്, ബീപ്പ് മോഡിൽ. എന്നിട്ട് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യണം. ഈ ഒരു ഇത് ആദ്യത്തെ ട്രാൻസിസ്റ്ററിൽ ബീപ്പില്ല, രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൽ ബീപ്പുണ്ട്. ഇത് ഓക്കെ, ഇത് പോയി. ഈ ട്രാൻസിസ്റ്റർ ബീപ്പില്ല, ഇത് ബീപ്പ്. അപ്പോൾ അപ്പോൾ ഇതിൽ നമുക്ക് 3 ട്രാൻസിസ്റ്ററിലാണ് ബീപ്പ് ശബ്ദം കേട്ടിരിക്കുന്നത്. ഈ 3 ട്രാൻസിസ്റ്ററും ഇതിനകത്തുനിന്ന്, അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തതിനകത്തുനിന്ന് മാറ്റാം. ഇതിൻ്റെ നമ്പർ 2SA 1943 എന്നുള്ള പവർ ട്രാൻസിസ്റ്ററാണ്. രണ്ട് 3 എണ്ണം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതിൻ്റെ എല്ലാം ഡയോഡ് മോഡിൽ ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെന്ന്. ബേസിൽ നെഗറ്റീവ് പ്രോബ് 422. ഇത് ഓക്കെയാണ്. ഇത് ഓക്കെയാണ്. അത് ഓക്കെ. ഓക്കെ, അപ്പോൾ 7 ട്രാൻസിസ്റ്ററിൽ 3 എണ്ണം കംപ്ലൈൻ്റ് ആണ്. ഇനി നമുക്കിതിൻ്റെ ബേസ് വോൾട്ടേജ് കൺട്രോളർ ചെയ്യുന്ന പവർ മോസ്ഫെറ്റ് നോക്കാം. അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അതും ഓക്കെയാണോ ഇല്ലയെന്ന്. ഇതിൻ്റെ ബേസും കളക്ടറും തമ്മിൽ 120 കാണിക്കുന്നുണ്ട്. അത് റോങ് ആയിട്ടുള്ള ഒരു മെഷർമെൻ്റാണ്. നമുക്കത് ഈ ഒരു ട്രാൻസിസ്റ്റർ അഴിച്ച് നോക്കാം. ഇത് കട്ട് ചെയ്യണില്ല, കാര്യം ഇതിൻ്റെ ബേസും എമിറ്ററും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല.
അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ നമുക്കൊന്ന് പുറത്ത് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 434 ഇവിടെ 439. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഓക്കെയാണ്, വർക്കിംഗ് കണ്ടീഷനാണ്. ഇനി വരുന്നത് ഇവിടെ ഈ IC പോയിട്ടുണ്ട്. ഈ IC പോയത് ഇവിടെ നമുക്കൊരു ട്രാൻസിസ്റ്റർ ഉണ്ട്. ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് C4382, മറ സൈഡിൽ A1668, 4382. ഓക്കെ, അതിൻ്റെ ഡേറ്റ അത് ഏത് ട്രാൻസിസ്റ്റർ എന്ന് അതിൻ്റെ ഡേറ്റ മാനുവൽ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇനി ഈ ഒരു 7 റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടെ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിമീറ്റർ ബീപ്പ് മോഡിലിട്ടിട്ട്, ഇപ്പോൾ ബീപ്പ് മോഡിലിട്ടിട്ടുണ്ട്. ഇത് ഒരു വാല്യൂ എന്ന് പറയുന്നത് 5 വാട്ട് 0 ഓംസ് 25 J, അതായത് 0.25 ഓംസ് ആണ് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ഓപ്പൺ ആണ്, ബാക്കി എല്ലാ റെസിസ്റ്റൻസും ഓക്കെ ആണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വെളിയിൽ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഈ റെസിസ്റ്റൻസ് പോയി. ഓക്കെ, ഇനി അതേ സ്റ്റെപ്പ് തന്നെ രണ്ടാമതും ഈ സൈഡിലും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതായത് ഇതെല്ലാം ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് വിടണം. ഇനി ബീപ്പ് മോഡിൽ, മൾട്ടിമീറ്റർ ബീപ്പ് മോഡിലിട്ടിട്ട് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സൈഡിലും 3 ട്രാൻസിസ്റ്റേഴ്സ് ഷോർട്ടിംഗ് ആണ്. ഇതിനെ 3 വരെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 2SC5200. 2SC5200ൻ്റെ 3 സെറ്റ് ട്രാൻസിസ്റ്റർ മാറിയിട്ടുണ്ട്. ഈ സൈഡിൽ നമ്മൾ ബേസും കളക്ടറും തമ്മിൽ ചെക്ക് ചെയ്ത സമയത്ത് ബേസ് ഷോർട്ടിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇപ്പോഴും ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഷോർട്ടിങ് ഉണ്ട്, ഇവിടെയും ഷോർട്ടിങ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൽ രണ്ടിലും ഏതോ ഒന്നിൽ ഈ 2 ട്രാൻസിസ്റ്ററിൽ ഒരെണ്ണത്തിൽ ഷോർട്ടിങ് ഉണ്ട്. പക്ഷേ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് കത്തിയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്റർ കട്ട് ചെയ്യാതെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം.
ഇത് നമുക്ക് പുറത്ത് വെച്ചൊന്ന് ചെക്ക് ചെയ്യാം. ഓംസ് മോഡൽ ഇതിൻ്റെ ബേസും കളക്ടറും ഷോർട്ടാണ്. ഇനി ഇവിടെ ഷോർട്ടിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോഴും ആ ഒരു ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്ററും കൂടെ ഇളക്കിയെടുക്കണം. ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ട്രാൻസിസ്റ്ററും ഷോർട്ടഡാണ്. അപ്പോൾ ഈ സൈഡിൽ മൊത്തം നമ്മുടെ 2AC 5200 5 ട്രാൻസിസ്റ്റേഴ്സുകൾ ഷോർട്ടിങ് ആയിട്ടുണ്ട്. ഇവിടെ ഇനി മിച്ചം വന്നത് 2 എണ്ണമാണ്. ആ 2 കൂടെ ഒന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത് ചെക്ക് ചെയ്യുന്നത് നമുക്ക് ഡയോഡ് മോഡിലിട്ട് വേണം ചെക്ക് ചെയ്യാൻ. അഞ്ഞൂറ്റി 8 510 505 508. അപ്പോൾ ഈ 2 ട്രാൻസിസ്റ്ററും കുഴപ്പമില്ല, ബാക്കിയെല്ലാം പോയിരിക്കണം. അപ്പോൾ ഈ ബോർഡിൽ നിന്ന് നല്ല കുറേ പോയത് എല്ലാ കാര്യങ്ങളും നമ്മൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ ഇവിടുത്തെ ഈ ഒരു റെസിസ്റ്റൻസ് എല്ലാം കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബീപ്പ് മോഡിൽ ഓക്കെ. ഇവന് യാതൊരുവിധ അനക്കങ്ങളുമില്ല. അനക്കമില്ല. ഇതിലും ഈ ഒരു ട്രാൻസിസ്റ്ററാണ്, സോറി, ഈ ഒരു റെസിസ്റ്റൻസ് ആണ് ഇതിൽ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് നമുക്ക് ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കാം. ഓക്കെ, ഒരു ട്രാൻസിസ്റ്റർ സെയിം വാല്യൂ, കണ്ടിന്യൂറ്റി ഇല്ല, കണ്ടിന്യൂറ്റി ഇല്ല. ബാക്കി എല്ലാ റെസിസ്റ്റൻസും ഓക്കെയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഓൾറെഡി പർച്ചേസ് ചെയ്യാനുള്ള ലിസ്റ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ചെക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സെക്ഷനാണ്. ഇതാണ് ഇൻപുട്ട് ലെവൽ സെക്ഷൻ. ഇൻപുട്ട് ലെവലും ഇൻപുട്ട് കൺട്രോൾ, പിന്നെ ആദ്യത്തെ വരുന്ന ഈ ഒരു പവർ മോസ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് കൺട്രോളിങ് വരുന്നത് ഇവിടെയാണ്. ഈ ബേസ് പാർട്ട് കൺട്രോൾ ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ മുഴുവനും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. കാര്യം ഇതിൻ്റെ അകത്ത് വരുന്നതിൽ ഒരുപാട് സെനർ ഡയോഡ്സുകളെല്ലാം വരുന്നുണ്ട്. എല്ലാ 1 by 1 റെസിസ്റ്റൻസും ഇതിനകത്ത് വരുന്ന ട്രാൻസിസ്റ്ററുകൾ, കുഞ്ഞു ട്രാൻസിസ്റ്ററുകൾ, സെനർ ഡയോഡ്, പിന്നെ ഈ IC മാറണം. ഈ IC പോയതുകൊണ്ട് മിക്കവാറും ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടി വരും. അതേ കണക്ക് തന്നെ ഇതിൻ്റെ ഡിലേ ടൈമിംഗ് സെക്ഷനുണ്ട്. ആ ഒരു ഡിലേ ടൈമിംഗ് സെക്ഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഓവർലോഡ് പ്രൊട്ടക്ഷനിലോട്ട് ഓവർലോഡ് പ്രൊട്ടക്ഷനിൽ എന്തെങ്കിലും ആ സർക്യൂട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എല്ലാ കമ്പോണൻറ്റും ഇതിൽ 1 by 1 കമ്പോണൻറ്റ് ചെക്ക് ചെയ്തതിന് ശേഷമേ അതെല്ലാം കംപ്ലൈൻ്റ് ഉള്ള എല്ലാം മാറിയതിന് ശേഷമേ നമുക്കിത് ഈ പവർ ട്രാൻസിസ്റ്റർ ഇട്ട് റെഡിയാക്കാൻ പറ്റും. ഇനി വരുന്നത് ഈ 2 കാർഡാണ്. അപ്പോൾ ഈ 2 കാർഡും ഇളക്കിയെടുത്തിട്ട് ഇതിനകത്ത് വരുന്ന ഈ ഒരു ICയും ഈ 2 ട്രാൻസിസ്റ്റർ, ഇതിനകത്ത് വരുന്ന ഡയോഡ്, റെസിസ്റ്റൻസ്, ഇതെല്ലാം വാല്യൂ ഓക്കെ ആണ്. ഇതെല്ലാം മാറ്റി പുതിയതിടണം. ഇതിൻ്റെയൊക്കെ വാല്യൂ കറക്റ്റാണോ, ഈ ഡയോഡ് സെനറിൽ വല്ലതും ഷോർട്ടിങ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ഇവിടെ ഈ
മോസ്ഫെറ്റിനെ ഡ്രൈവ് ചെയ്യുന്ന സെക്ഷനിൽ ഇവിടെ 20 ഓംസ് റെസിസ്റ്റൻസ് വരും. ഈ 4 എണ്ണം 20 ഓംസ് റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസ് എല്ലാം മാറണം. ഇതേ കണക്ക് തന്നെ ഓഷനിൽ ഇപ്പുറത്തും ഈ ഒരു സർക്യൂട്ട് വരുന്നുണ്ട്. അങ്ങനെ മൊത്തം 4 സർക്യൂട്ടാണ് വരുന്നത്. ലോ സൈഡും ഹൈ സൈഡും ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ പവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്യൂട്ടാണിത്. ഇതിൻ്റെ സിഗ്നൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് വരുന്നത്. നമ്മുടെ പ്രൊട്ടക്ഷൻ സർക്യൂട്ടിൻ്റെ ഈ മെയിൻ ബേസ് വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്ന സെക്ഷനിൽ നിന്നാണ് ഇതിലോട്ട് ഇതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി ഇതിൽ വന്നിട്ടാണ് അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു 4 ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സർക്യൂട്ടിലെല്ലാം എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് ഇത് ഫുള്ള് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഫുള്ള് ചെക്ക് ചെയ്ത് ഇതിനകത്ത് മാറാനുള്ള സാധനങ്ങൾ മാറിയതിന് ശേഷം നമുക്ക് ഒരു മൂന്നാമത്തെ പാർട്ടിലായിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതൊരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഇതിൻ്റെ തേർഡ് പാർട്ടിൽ നമുക്കിതിൻ്റെ ബാക്കി ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും ഇതിൻ്റെ പോയ കമ്പോണൻസുകളെല്ലാം പർച്ചേസ് ചെയ്തിട്ട് ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കിത് കാണാം. പിന്നെ ഇതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് തേർഡ് പാർട്ട് വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.